Hi, this is Architect Anup Chandran from IMAC Architects. Today we are going to talk about our newly completed project, Breathe Bricks Residence. ബ്രീത്തിങ് ബ്രിക്സ് റെസിഡൻസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയാനായിട്ട് നമുക്ക് അതിന്റെ കോമൺ ഏരിയ പറയാം. അതായത് അത് ആക്ച്വലി നമ്മൾ അതൊരു ടോട്ടലി ഫാബ്രിക്കേഷൻ ഏരിയ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫാമിലി ലിവിങ്, നമ്മുടെ ലിവിങ് റൂം, കോർട്ട്യാർഡ്, ഡൈനിങ്, അതുപോലെ ആ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയനെ നമ്മൾ ഒരു ഫാബ്രിക്കേഷൻ സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമ്മുടെ ആറ്റിക് സ്പേസ്. നമ്മൾ ഈ ഒരു സ്പേസിനെ നമ്മൾ ഡബിൾ ഹൈറ്റിന്റെ ഒരു സ്പേസിലേക്കാണ് കൊണ്ടുപോയത്. ക്ലയൻസ് ആയ മിസ്റ്റർ സുരേഷും ഡിനിയും, ഡിനി ഈസ് എ ഫാന്റാസ്റ്റിക് ആർട്ടിസ്റ്റ് ആണ്. ഇങ്ങനെ നമ്മളെ വീടിന്റെ എല്ലാ ഭാഗത്തിലേക്ക് ഒരു കണ്ടെത്തുകയും ചെയ്യണം. എന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടുവേർഡ്സ് വെസ്റ്റ് സൈഡ് ഓഫ് ദ വീടിന്റെ ഒരു വാട്ടർ ബോഡി വരുന്നുണ്ട്. വാട്ടർ ബോഡി ടുവേർഡ്സ് അതിൻ്റെ ഒരു ബേ വിൻഡോ വെച്ചിട്ട് നമ്മുടെ ഡോട്ടേഴ്സ് ബെഡ്റൂമിലോ അതിലേക്ക് ഒരു ഓവർ ലുക്കിങ്ങോ ഒരു പൈപ്പ് കൊണ്ട് പോലെ നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലോട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷനിലായിരുന്നു. മെയിൻ റോഡ് ഇവിടെയാണ് വരുന്നത്, ടുവേർഡ്സ് ഈസ്റ്റ് സൈഡ്. ആൻഡ് നേരോ പാസേജിലൂടെയാണ് നമ്മളുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ ഷേപ്പ് വരുന്നത്. വീടിനെ നമ്മൾ പൊസിഷൻ ചെയ്തത് ആസ് പെർ വാസ്തു പ്ലാൻ ചെയ്തിട്ട് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കായിരുന്നു. നമുക്കൊരു നാച്ചുറൽ ഒരു പോണ്ട് ഇതിനോട് ചേർന്ന് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ നെയ്ബർഹുഡിലുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു കാറ്റും വെളിച്ചവും ഇവിടെ നിന്ന് നമുക്ക് നല്ല ഒരു വെന്റിലേഷൻ പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കോർട്ട്യാർഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ടുവേർഡ്സ് വെസ്റ്റ് സൈഡ് ആൻഡ് ഈസ്റ്റ് സൈഡാണ് നമ്മൾ ബെഡ്റൂംസിന് പൊസിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് പൊസിഷൻസിലേക്ക് നമ്മളൊരു ഇൻറ്റേർണൽ പാഷ്യോ പോലെ ഒരു സ്പേസ്, അതായത് ആ ഒരു ബ്രീത്തിങ് ബ്രിക്സ് എന്നുള്ള രീതിയിലുള്ള ബ്രിക്സ് പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് സ്പേസുകളിലേക്കായിരുന്നു. അതിന് രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന് നമ്മൾ വെസ്റ്റ് നിന്നുള്ള ആ സൺറൈസിനെ ഒന്ന് ബഫർ ചെയ്തിട്ട് നമുക്ക് ഒന്ന് സോഫ്റ്റ് ആക്കാനും, അതേപോലെ തന്നെ മോർണിംഗ് റൈസ് വരുന്ന സമയത്തായാലും ഈ ബെഡ്റൂമിലേക്ക് നമ്മുടെ ലൈറ്റ് ആൻഡ് ഷാഡോസിൻ്റെ ഒരു വളരെ നല്ലൊരു ഷെയ്ഡിങ് ആണ് നമുക്ക് ഈ രണ്ട് ബെഡ്റൂംസുകളിലേക്ക് നമുക്ക് കിട്ടിയത്.